മീ ആൻഡ് ഷൂ. അപ്പോൾ നമ്മളെ പുതുപുത്തൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ചെറുക്കമ്പടെ കടുക്കുന്നുണ്ട്, ഏതാ മാന കടുക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ LC പുതിയ വർക്ക് ചെയ്ത് ഇറക്കിയാണ്. ഇങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാലും മതി. കിട്ടുന്ന വർക്കല്ല ഗൈസ്. ഇത് ഞാൻ MBDക്ക് അയച്ചു കൊടുത്തപ്പം എവിടെ ഇതിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാരണം ഈ ഒരു വർക്കിൽ ഈ വണ്ടി കൊണ്ടുപോകാന്നുള്ളത് തന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മളേതായാലും ഈ ഒരു വർക്കിൽ വണ്ടി ഇനി കൊണ്ടെടുക്കാൻ പോകണം ഗൈസ്. ഏതായാലും ഫോണറ്റൊക്കെ ഒന്ന് തുറന്നാണ്, വണ്ടി ഫുൾ കണ്ടീഷനിലാണ് ഗൈസ്. ഏതായാലും പിന്നെ ഇതിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾ വണ്ടി കയറി വണ്ടി സ്റ്റാർട്ടാക്കിയ സ്പോട്ടിൽ ഇതൊക്കെ അടയും ഗൈസ്. കണ്ടോ ഗൈസ്, ചെറിയൊരു മാജിക്കാണ് ഗൈസ്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് റിവ്യൂലാണ് ഈ ഒരു വണ്ടീൻ്റെ. നമ്മൾ ഇറക്കുന്ന ഉള്ളു ഗൈസ്, പിന്നീട് ഗരേജ് വന്നിട്ട്. ഏതായാലും നമുക്ക് നേരെ ഒരു സ്ഥലം വരെ പോവാണ് ഗൈസ്. കാരണം 2 വണ്ടികളെ കാണാൻ പോകാണ്ട് ഗൈസ്. ഒരു വണ്ടി ചെറിയ കിടിലം വർക്കൊക്കെ ചെയ്ത് കൊണ്ടെടുക്കുന്ന ഒരു ക്ലാസിക് 2 വില്ലേജ് വണ്ടികളാണ് ഗൈസ് ഞാൻ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം നേരെ നമ്മളെ അപ്പൂപ്പൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ LCയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ അപ്പൂപ്പൻ നമ്മളൊക്കെ ഒരു വണ്ടിയാണ് ഗൈസ്. നമ്മളെ സെക്കൻഡ് വണ്ടിയാണ് ഈ ഒരു ബെൻസ്. അപ്പോൾ അത് കുറച്ച് റോട്ടിലേക്കായിട്ടാണ് കിടക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ടാക്കാം. അപ്പോൾ ഇപ്പം മിക്കവാറും ഇവിടുന്ന് മാറുന്നതാണ് പറഞ്ഞത് ഗൈസ്. സംഭവം വേറെ എന്തല്ല, അപ്പൂപ്പന് വേറൊരു കിടിലം വീട് ഇട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതല്ല നമ്മളെ വീട്. അപ്പോൾ സത്യം പറഞ്ഞ വീട് അതാണ് ഗൈസ്. ഞാൻ വെറുതെ കൊണ്ട് നിർത്തിയെന്നുള്ളൂ. ഇവിടെ നിന്ന് പാർക്കിംഗ് സ്പേസ് ഇല്ല, ആകെ ഇറങ്ങാനാണ്. അപ്പോൾ സിറ്റി ടൂവിൽ ചെറിയ ജോബൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെക്കാൻ നിൽക്കുന്നതാണ് അപ്പോൾ ഇപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ കയറി കൂടിയിരുന്നുണ്ട് ഗൈസ് നമ്മളേതായാലും. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മളെ BM ഇവിടെ അല്ല ഗൈസ്. BM നമ്മളെ ഫാമിലാണ്. അപ്പോൾ ഫാമിൽ പോയി BMൽ കാണണം. നമ്മൾ ഓൾറെഡി നമ്മളെ ഫാമിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഫാം ഹൗസിലാണ് എന്നാണ് പറഞ്ഞത് നമ്മളെ അപ്പാപ്പൻ. അപ്പോൾ അപ്പാപ്പ അവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ ബെൻസ് അവിടെ പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഗൈസ് ഇങ്ങനെ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മളെ BM അവിടെ കിടക്കുന്നുണ്ട്. കുറേ നേരം നമ്മൾ നോക്കുന്ന ഈ ഒരു വണ്ടി അവസാനം കണ്ടുമുട്ടിയിരിക്കുന്നത് ഗൈസ്. കാരണം എൻ്റെ ഫസ്റ്റ് കാറാണ് ഗൈസ് ഈ ഒരു വണ്ടി. ഞാൻ ഫസ്റ്റായിട്ട് മേടിച്ച ആദ്യത്തെ വണ്ടി തന്നെയാണ് ഗൈസ്. അപ്പോൾ വണ്ടി നല്ല കണ്ടീഷനിലൊക്കെ ആണ് നോക്കണം ഗൈസ്. ഓ നല്ല പൊടിയൊക്കെ ഉണ്ട്, ചിലക്ക് പിടിച്ച് കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്യാം. പിന്നെ വണ്ടി സ്റ്റാർട്ടാവുമെന്ന് നോക്കട്ടെ ഗൈസ്. നമുക്ക് ഏതായാലും ഡോർ ഹാൻഡിൽസൊക്കെ കൺട്രോളൊക്കെ നോക്കണം ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ കയറിയിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ കിട്ടുന്ന ഇൻറ്റീരിയറാണ് ഗൈസ്. ഫുൾ സെറ്റപ്പ് ഇൻറ്റീരിയറാണ്. പിന്നെ വണ്ടിയിൽ ഇരിക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ 2 ദിവസങ്ങളിൽ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കാതെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗൈസ് അത്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കി വെക്കാം. സ്റ്റാർട്ടാക്കാൻ നോക്കാം. വണ്ടി സ്റ്റാർട്ടാവില്ല. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് കഷ്ടപ്പാടുണ്ട് ഗൈസ്. വണ്ടി എന്തായാലും എൻജിനിൽ വെള്ളം തീർന്നു പോയായിരിക്കും. നമുക്ക് ഏതായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോയാണ്ട് എൻജിനൊന്ന് ഓപ്പൺ ആക്കി വെക്കട്ടെ ഗൈസ്. ഇടിക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നേരെ പോകട്ടെ ഗൈസ്. അങ്ങനെ ഇതൊന്ന് നോക്കിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ചെറിയ പ്രോബ്ലം ആയിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിൻ്റെ അഡീഷണൽ ലുക്കോ ഗൈസ്. അപ്പം നമ്മളെ ഡിക്കി ഓപ്പൺ ആവും, കാണിച്ചു തരാം. ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി വെക്കട്ടെ ഗൈസ്. ഡിക്കിയൊക്കെ നീറ്റ് ആൻഡ് ക്ലീനിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും 2 ഓഫാക്കി വെക്കാം. അപ്പം ഡിക്കി ഓഫായിട്ടുണ്ട്. നേരെ നമുക്ക് വണ്ടിയിലും കയറാം. അപ്പോൾ ഏതായാലും വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. നേരെ നമുക്ക് മെല്ലെ വണ്ടി എടുക്കാം. റിവേഴ്സിൽ മെല്ലെ എടുത്ത് പോകട്ടെ ഗൈസ്. റിവേഴ്സിൽ മെല്ലെ എടുക്കണം. നൈറ്റായി ഗൈസ്. നമ്മളിവിടെ വന്നിട്ട് നൈറ്റായിട്ടുണ്ട്. അപ്പം
ഫാം ഹൗസിലൊക്കെ വെച്ച ഏതായാലും ഒരു വണ്ടിക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഫാം ഹൗസിൽ വെച്ചത്. എന്തിനാണോ അപ്പം ഫാം ഹൗസിൽ വെച്ചത്. ഏതായാലും നമ്മൾ വണ്ടിൻ്റെ എല്ലാവർക്കും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ചെറിയൊരു ഫോക്ക് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അടിയിൽ നമുക്ക് ഗൈസ് വർക്കിംഗ് ആണ് ഗൈസ്, വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഫുള്ളി സ്റ്റോക്കിലാണ് ഗൈസ് എടുക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് കൊണ്ടുപോകണമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഗൈസ്. ചെറിയൊരു ആവശ്യമുണ്ട് ഗൈസ്, ഞാൻ പറയാം. അതെ, ഈ ഒരു വണ്ടി ഞാൻ വർക്കിന് കയറ്റാൻ പോകുന്നു ഗൈസ്. ഏതായാലും നിങ്ങൾക്ക് നേരെ ഇങ്ങനെ കൊണ്ട് സിറ്റിയിലേക്ക് പോകാം. എൻ്റെ വർക്കിന് കയറ്റാൻ ഇട്ടാട്ട് ഗൈസ്. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത് ഗൈസ്. ഏതായാലും വർക്കൊക്കെ കഴിഞ്ഞ അടുത്ത വീഡിയോ കാണും ഒരു വണ്ടി. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഈ ഒരു വണ്ടീനെ വർക്ക് ഫസ്റ്റ് വണ്ടിയാണ് ഗൈസ്. അപ്പോൾ അവനെ വർക്കിന് കയറ്റിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഏതായാലും അവനെ കൊണ്ട് സിറ്റി എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വണ്ടിയും കൊണ്ട് നേരെ നമ്മളെ ബെന്നിയുടെ ഗിരേജ് കൊണ്ട് വെക്കാം. അവിടെ വെച്ചാൽ മതി, ബാക്കി അവരെ നോക്കിക്കോളും. ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. വാഷ് ചെയ്യാണ്ട് ഇപ്പോൾ അവർ വാഷ് ചെയ്തുകൊള്ളും. നമ്മളേതായാലും അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ വണ്ടിയുടെ ഇപ്പോഴത്തെ അഡീഷണൽ ലുക്ക്. ഏതായാലും നമ്മൾ ബോണറ്റും ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഓഫാക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മളെ വണ്ടിയുടെ ലുക്ക്. പിന്നെ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. നമ്മളെ BM ചെറുക്കനെ സെറ്റാക്കി പിന്നെ വെച്ചിട്ടുണ്ട്. വണ്ടി ഒന്ന് അടിമുടി വാഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. വേറെ വെക്കാണ് കേട്ടോ ഗൈസ്. സംഭവം മാത്രം ഊരി വെക്കുന്നുണ്ട് ഗൈസ്. ഇനി ബാക്കി കുറേ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറൊന്നും ചെയ്യുന്നില്ല ഗൈസ്. പിന്നെ ഈ ഒരു വി എൻജിൻ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അല്ലെങ്കിൽ BMൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പോൾ ഒരു V8 എൻജിനൊക്കെ ചേർക്കുമ്പോൾ അറിയുക ഗൈസ്, പൊടി പാറും ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി റിസർവേഷൻ കഴിഞ്ഞിട്ട് വരാം. ഇടയ്ക്ക് കംപ്ലീറ്റ് ആവാൻ കുറച്ച് അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മളെ വണ്ടിയുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ പോകാൻ വേണ്ടി നമ്മൾ അംബാസിഡർ എടുത്തിട്ടുണ്ട്. സാധനമാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നേരെ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് എല്ലാവർക്കും കിട്ടുന്ന വൈപ്പാണ് ഗൈസ്. അപ്പോൾ ഇതോട് നേരെ പോകണ എയർപോർട്ട് കാണും ഗൈസ്. ഇപ്പോൾ എയർപോർട്ട് എന്തിനാ വെച്ചാൽ നമ്മൾ ദുബായ് വരെ ജസ്റ്റ് പോവാണ് ഗൈസ്. ഇപ്പോൾ 2 മുതലിനെ ഇറക്കാണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പോവാണ് ദുബായ്ക്ക് വരെ. അതുകൊണ്ട് തന്നെ ദുബായ് വരെ ഒന്ന് പോകണം ഗൈസ്. ഇപ്പോൾ അടുത്താണ് മെയിൻ എൻട്രൻസ് കൂടെ തന്നെ ബുക്കാറായിട്ട് ഗൈസ്. അപ്പം ഇതിലെങ്ങനെ കുറച്ച് കയറുണ്ടല്ലോ ഗൈസ്. അപ്പം മെയിൻ എൻട്രൻസ് കൂടെ കയറിയിട്ട് എൻട്രൻസ് എന്ന് പറയുമ്പം അതിലെങ്ങനെ കറങ്ങിയൊക്കെ പോകണം ഗൈസ്. ദുബായ് എന്ന് പറയുമ്പോൾ ആ ഒരു വൈപ്പാണ് ഗൈസ്. അങ്ങനെ പോകണം ഗൈസ്. അപ്പോൾ ദുബായിൽ നമ്മൾ 2 കാർസ് ഡെലിവറി എടുക്കാണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ പോണത് ഗൈസ്. അപ്പം നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഡ്രസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയില്ലെങ്കിൽ മെല്ലെ കറങ്ങിയാൽ കയറുക. ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണ്. അപ്പം നേരെ ഒന്ന് വണ്ടി വെക്കട്ടെ ഗൈസ്. നേരെ നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്കിംഗ് സ്പേസിൽ ഇട്ടാണ്ട് നമുക്ക് നേരെ പ്ലെയിൻ കയറി ദുബായിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മെയിൻ വണ്ടി ഈ വണ്ടി കൊണ്ടാണ് ദുബായിലേക്ക് പോകണത്. അപ്പോൾ ദുബായ് എത്തിയിട്ട് കാണാം. ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ സ്റ്റെപ്പ് ഇറങ്ങാം. അപ്പം ദുബായിലാണ് ഇപ്പം ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, ഗോൾഫ് GT. അപ്പോൾ കുറേ ദിവസമായി വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ചെറിയൊരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. വണ്ടി ഇറക്കിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അധികം വണ്ടി ഓടിക്കാൻ. LCയിൽ ചെയ്ത അതേ വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം LCയിൽ ചെയ്ത അതേ വർക്കല്ല ഗൈസ്. എന്തായാലും നമുക്ക് നേരെ വണ്ടി ചെയ്യാം. ലോഗൊക്കെ അതേമാതിരി നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അത് നിഞ്ച എന്നാണ് നമ്മൾ വണ്ടിക്കിട്ട പേര്.
സൈഡിൽ കണ്ട് ഇടുക്കിയും ടാപ്പിലാണ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഏതായാലും വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഓണാക്കിയിട്ട് ഗൈസ് നമുക്ക് നേരെ വണ്ടി ഇവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് റൂമൊക്കെ ചെല്ലാട്ടോ ഗൈസ്. റൂമിലെത്തി കാണാം. സർപ്രൈസ് വണ്ടികൾക്കാണ് നമ്മളിവിടെ എത്തിയപ്പോൾ പിന്നെ കാണാം തരുമ്പോൾ